പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പുതുവർഷ ദിനത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ദൈവകൃപയുടെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിനും സമസൃഷ്ടികൾക്കും വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അവസരങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് നാം അവ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അവ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല, ചിറകുകൾ ധരിച്ച് പറന്ന് അകലുവാൻ ഇടയായിത്തീരും. വിശുദ്ധ തിരുവചനത്തിൽ നമുക്കൊരു ഭാഗം കാണുവാൻ കഴിയുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 4 കുഷ്ഠരോഗികളെ കാണുവാൻ കഴിയുന്നു. അരാം സൈന്യം ഉപേക്ഷിച്ചു പോയ പാളയത്തിലേക്ക് 4 കുഷ്ഠരോഗികൾ കടന്നു ചെല്ലുകയും തിന്നുകയും കുടിക്കുകയും ചെയ്തതിനു ശേഷം വിലപിടിപ്പുള്ള വസ്തുക്കളുമായി കടന്നു കളയുവാൻ അവർ ഭാവിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇന്ന് സദ്വർത്തമാന ദിവസമാണ്. ഇന്ന് നാം മിണ്ടാതിരുന്നാൽ രാജസന്നിധിയിൽ നിന്ന് നമുക്ക് ശിക്ഷ ലഭിക്കുമെന്നുള്ള ബോധ്യം അവർക്ക് വന്നതുകൊണ്ട് ഈ സന്തോഷ വാർത്ത രാജസന്നദ്ധിയിൽ അറിയിക്കുകയും ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്തു. അവർക്ക് ലഭിച്ച അവസരങ്ങളെ അവർ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായി. യഹൂദന്മാർ നശിക്കുന്നതിൽ നിന്നും രക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് മറ്റൊരിടത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകുമെന്ന് മൊർദെഖായി എസ്തേറിന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അവർക്ക് ലഭിച്ച അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഈ പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയരെ, അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനും സമസൃഷ്ടികൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി നമുക്ക് മാറാം. പറന്നകലുന്ന അവസരങ്ങൾ ഒരിക്കലും തിരിച്ചു വരികയില്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവ രാജ്യമഹത്വത്തിനു വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.